സഖാവ് കുഞ്ഞാലി, ഏറനാടിന്റെ ചെഗുവേര എന്ന് ഒരു കാലത്ത് വാഴ്ത്തപ്പെട്ട നേതാവ്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും മലപ്പുറം നിലമ്പൂരിലെ പഴയ തലമുറക്കാർ കുഞ്ഞാലിയെ ഓർക്കും. നിലമ്പൂർ മണ്ഡലം രൂപീകരിച്ച ശേഷം ആദ്യം MLA ആയത് കുഞ്ഞാലിയാണ്. ഭൂപ്രമാണിമാർക്കും ചൂഷകർക്കുമെതിരെ ഏറനാട് മേഖലയിൽ പട്ടിണിപ്പാവങ്ങൾ നടത്തിയ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു കുഞ്ഞാലി. എന്നാൽ ആ നേതാവിനെ അധികം വളരാൻ രാഷ്ട്രീയ പ്രതിയോഗികൾ അനുവദിച്ചില്ല. കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ കോളക്കമുണ്ടാക്കിയതാണ് 57 വർഷം മുമ്പ് നടന്ന കുഞ്ഞാലി കൊലപാതകം. ഞെട്ടലുണ്ടാക്കുന്നതാണ് ആ കേസിന്റെ പിന്നാമ്പുറ കഥകൾ. ജൂലൈ 26 അർദ്ധരാത്രിയാണ് തന്റെ 45-ാം വയസ്സിൽ കുഞ്ഞാലി രക്തസാക്ഷിയായത്. നിയമസഭാംഗമായിരിക്കെ വെടിയേറ്റ് കൊല്ലപ്പെടുന്ന കേരളത്തിലെ എന്നല്ല, രാജ്യത്തെ തന്നെ ആദ്യത്തെയാൾ കുഞ്ഞാലിയാണ്. അന്നത്തെ മലപ്പുറം DC പ്രസിഡന്റായിരുന്ന ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു കുഞ്ഞാലി കൊലക്കേസിൽ 1-ാം പ്രതി. ആര്യാടൻ അടക്കമുള്ള പ്രതികളെ പിന്നീട് കോടതി വെറുതെ വിട്ടു. എങ്കിലും കുഞ്ഞാലിയുടെ കൊലപാതകത്തെപ്പറ്റി ഇന്നും നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ്. ഏറനാടിന്റെ മണ്ണിലും മനസ്സിലും കമ്മ്യൂണിസത്തിന്റെ വിത്ത് വിതച്ച നേതാവാണ് സഖാവ് കുഞ്ഞാലി. കരിക്കാടൻ കുഞ്ഞിക്കമ്മതിന്റെയും ഐഷുമ്മയുടെയും മകനായി 1924 മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ജനനം. കുട്ടിക്കാലത്ത് തന്നെ പിതാവിന് നഷ്ടമായി. വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ഉമ്മയെ സഹായിക്കാൻ ബീഡി കമ്പനിയിൽ പണിക്ക് പോയി തുടങ്ങിയ കുഞ്ഞാലിയിൽ അവിടെ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് അനുഭാവം മുളപൊട്ടിയത്. ഹൈസ്കൂൾ പഠനത്തിന് ശേഷം 1942 കുഞ്ഞാലി സൈന്യത്തിൽ ചേർന്നു. അധികം വൈകിയില്ല. നാട്ടിൽ നിന്ന് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ കുഞ്ഞാലി കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് കാണിച്ച് സൈന്യത്തിന് ഊമക്കത്ത് ലഭിച്ചു. വ്യോമസേനയിലെ 3 വർഷത്തെ സേവനത്തിന് ശേഷം കുഞ്ഞാലിയെ കമ്മ്യൂണിസ്റ്റ് ബന്ധം ആരോപിച്ച് പുറത്താക്കി. നാട്ടിൽ തിരിച്ചെത്തിയ കുഞ്ഞാലി സൈന്യത്തിൽ നിന്ന് വിരമിച്ചവരുടെ കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ടാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത്. കൊണ്ടോട്ടി വില്ലേജ് കമ്മിറ്റി അംഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അദ്ദേഹം സജീവമായി. ഇക്കാലത്ത് മൈസൂരുവിൽ ബീഡിത്തൊഴിലാളികൾക്കിടയിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആ ചുമതല കുഞ്ഞാലിക്കായി. ഏതാനും വർഷം അവിടെ പ്രവർത്തിച്ച ശേഷം തിരികെ നാട്ടിലെത്തി. നിലമ്പൂർ മേഖലയിൽ അക്കാലത്ത് വെള്ളക്കാരുടെയും ജന്മിമാരുടെയും നിരവധി തോട്ടങ്ങളുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള ഒരു ഈശ്വരൻ നമ്പൂതിരിക്കായിരുന്നു അവിടെ ചുമതല. അമ്മയ്ക്ക് സുഖമില്ലാതെ അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വന്നതോടെ പാർട്ടി ആ ചുമതല കുഞ്ഞാലിയെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹം കാളികാവുകാരനായി മാറുന്നത്. ജന്മിത്വ വിരുദ്ധ സമരം ശക്തമായി കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. തൊഴിലാളികളെ മർദ്ദിക്കുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന കങ്കാണിമാർക്കും തോട്ടമുടമകൾക്കും കുഞ്ഞാലി പേടിസ്വപ്നമായി മാറി. അനീതി കണ്ടാൽ നിർഭയം ചോദ്യം ചെയ്യുന്നതായിരുന്നു കുഞ്ഞാലിയുടെ രീതി. തൊഴിലാളികളെ ഉപദ്രവിക്കുന്നവരെ കായികമായി നേരിടാനും അദ്ദേഹം മടി കാണിച്ചിരുന്നില്ല. ഏറനാട്ടെ തൊഴിലാളികൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടമുണ്ടാക്കാൻ കുഞ്ഞാലിയുടെ ഇടപെടലുകൾക്കായി. പ്രക്ഷോഭങ്ങളും സമരങ്ങളും സഖാവ് കുഞ്ഞാലിയെ ജനപ്രിയനാക്കി. 1962 അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ചെങ്കിലും ജയിച്ചില്ല. 64 കാളികാവ് പഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റായി കുഞ്ഞാലിയെ തെരഞ്ഞെടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുകയും CPM-കാരെ ചൈനീസ് ചാരന്മാരായി മുദ്രകുത്തി തടവറയിലാക്കുകയും ചെയ്തപ്പോൾ കുഞ്ഞാലിയും ജയിലിലായി. 1965 റിമാൻഡ് തടവുകാരനായിരിക്കെയാണ് കുഞ്ഞാലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആദ്യം MLA ആയത്. കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. ഒരു ദിവസം പോലും പ്രചാരണത്തിൽ പങ്കെടുത്തില്ലെങ്കിലും 7161 വോട്ടുകൾക്കാണ് അദ്ദേഹം ആര്യാടനെ പരാജയപ്പെടുത്തിയത്. 1967 9789 വോട്ടുകൾക്ക് വീണ്ടും ആര്യാടനെ മലർത്തിയടിച്ചു. ഒരുപക്ഷെ എതിരാളികളെ ഭയപ്പെടുത്തിയ ആ തുടർജയങ്ങളാകും കുഞ്ഞാലിയുടെ ജീവനെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. AITUC INTUC സംഘർഷം അന്ന് മേഖലയിൽ രൂക്ഷമായിരുന്നു. 1969 ജൂലൈ 26 നിലമ്പൂർ ചുള്ളിയോട് പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി വാഹനത്തിലേക്ക് നടക്കുമ്പോഴാണ് എതിർഭാഗത്തെ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ടോർച്ച് വെളിച്ച മുഖത്തടിക്കുന്നത്. ആരാടാ എന്ന കുഞ്ഞാലിയുടെ ഉറച്ച ചോദ്യത്തിന് മറുപടിയായി വന്നത് ഒരു വെടിയുണ്ടയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞാലി 28-ന് ആശുപത്രിയിൽ മരിച്ചു. വെടിവെച്ചത് ആര്യാടനും കൂട്ടരുമാണെന്ന് കുഞ്ഞാലി മരണമൊഴി നൽകിയിരുന്നു. 9 മാസത്തോളം വിചാരണ തടവുകാരനായി ആര്യാടനും മറ്റ് 24 പേരും കോഴിക്കോട് സബ് ജയിലിൽ കിടന്നു. ഇതിൽ 4-ാം പ്രതി ചേലേക്കോട്ട് അബ്ദുൾ സലാം ജാമ്യത്തിലിറങ്ങിയ ശേഷം ഒളിവിൽ പോയി. മറ്റ് 24 പേരെയും കോടതി പിന്നീട് വെറുതെ വിട്ടു. കുഞ്ഞാലിയുടെ മുറിവ് പരിശോധിച്ച ഡോക്ടർമാർ വെടിയേറ്റത് കെട്ടിടത്തിന്റെ മുകളിലെ നിലയിലുള്ള പാർട്ടി ഓഫീസിൽ നിന്നല്ല, താഴെ നിന്നാണെന്ന് സ്ഥിരീകരിച്ചത് കേസിൽ ഏറെ നിർണായകമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞാലിക്ക് മരണമൊഴി നൽകാനാകില്ലെന്നും ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് അച്യുതമേനോൻ മന്ത്രിസഭയിൽ K കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ ഇടപെടലാണ് കേസിന്റെ ഗതി മാറ്റിയതെന്ന് വിശ്വസിക്കുന്നവർ നിരവധിയാണ്. കുഞ്ഞാലിയെ വെടിവെച്ചുവെന്ന് കരുതുന്ന കോൺഗ്രസ് അനുഭാവി ഗോപാലൻ എന്നയാളെ 1971 ഒരുപറ്റം CPM പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തി. ഇയാളെ കുഞ്ഞാലി കൊലക്കേസിൽ പോലീസ് പ്രതിയേർത്തിരുന്നില്ല.
കുഞ്ഞാലിയെ വെടിവെക്കാൻ ഗോപാലിനെ ഏർപ്പെടുത്തിയത് ആര്യാടനാണെന്നായിരുന്നു CPM ആരോപണം. ആര്യാടൻ മുഹമ്മദിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അവസാനം വരെ വേട്ടയാടിയ സംഭവമായിരുന്നു കുഞ്ഞാലി വധം. അതേസമയം തലപ്പാട്ടിപ്പൊട്ടയിൽ നിലമ്പൂർ കോവിലകം വക 3000 ഏക്കർ ഭൂമി ബിർള കമ്പനി കൈയേറിയത് കുഞ്ഞാലി കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കൊലയ്ക്ക് പിന്നിലെ കാരണമെന്നും അക്കാലത്ത് ചർച്ചകളുണ്ടായിരുന്നു. അതെന്തായാലും കുഞ്ഞാലി കൊലക്കേസിന് പിന്നിൽ ആരെന്നത് ഇന്നും അജ്ഞാതമാണ്. അതേ ആര്യാടൻ മുഹമ്മദ് 1980-ലെ EK നായർ മന്ത്രിസഭയിൽ അംഗമായതും അദ്ദേഹത്തിന് CPM വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നതും കേരളം പിന്നീട് കണ്ടു. കുഞ്ഞാലി കൊല്ലപ്പെട്ട് വെറും 10 വർഷം കഴിയുമ്പോഴായിരുന്നു ഈ സംഭവങ്ങൾ. 1982-ൽ വീണ്ടും രാഷ്ട്രീയത്രം മാറുകയും ആര്യാടൻ ഏർച്ചേരിയിലാകുകയും ചെയ്തപ്പോൾ പിന്നീട് ഇങ്ങോട്ട് കുഞ്ഞാലി വധം തെരഞ്ഞെടുപ്പുകളിൽ പ്രചരണായുധമാണ്. കുഞ്ഞാലിക്ക് ശേഷം പിന്നീട് ഇതുവരെ CPM ജനത്തിൽ ഒരാളും നിലമ്പൂരിൽ നിന്ന് നിയമസഭയിൽ എത്തിയിട്ടില്ല. ആര്യാടനാകട്ടെ പിന്നീട് ദീർഘവർഷങ്ങൾ മണ്ഡലം സ്വന്തമാക്കി വെച്ചു. കേരളത്തെ ഞെട്ടിച്ച ആ സംഭവത്തിൽ നേരിട്ടുൾപ്പെട്ടവരൊന്നും ഇന്നില്ല. കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികളും രാഷ്ട്രീയ പശ്ചാത്തലവും എന്തുതന്നെയായാലും കുഞ്ഞാലി എന്ന പേര് ഏറനാടിന്റെ ചരിത്രത്തിൽ എന്നുമുണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.